എൻ്റെ അടുക്കൽ ഇവിടെ കഴിഞ്ഞ ദിവസം തെക്കു ഭാഗത്തുള്ള ഒരു ജില്ലയിൽ നിന്ന് വളരെ ദൂരം സഞ്ചരിച്ച് മണിക്കൂറുകളോളം റിസ്ക് എടുത്ത് പ്രയാസപ്പെട്ടൊരു ഫാമിലി വരികയുണ്ടായി. അവരുടെ മുഖത്ത് വല്ലാത്ത വിഷമമുണ്ട്. അവർ ഇവിടെ വരാനുണ്ടായ പ്രധാന കാരണം എന്ന് പറയുന്നത് അവരുടെ പ്രിയപ്പെട്ട മകൾ, ഏകദേശം 19-20 വയസ്സ് മാത്രം തോന്നിക്കുന്ന പ്രായമുള്ള മകൾ ബാംഗ്ലൂരിലേക്ക് കടം വാങ്ങിച്ച് ക്യാഷ് എടുത്ത് പഠിപ്പിക്കാൻ വേണ്ടി വിട്ടതാണ്. ലോണാണ് എടുത്തിട്ടുണ്ടായിരുന്നതെന്നാണ് അവർ അനുഭവം പറഞ്ഞത്. അങ്ങനെ പഠിപ്പിക്കാൻ വേണ്ടി വിട്ട ആ മകൾ അവരിഷ്ടപ്പെടാത്തൊരു ബന്ധത്തിലേർപ്പെട്ടു. ഒരു പയ്യനുമായിട്ട് കണക്റ്റഡ് ആവുകയും കമ്മിറ്റഡ് ആവുകയൊക്കെ ചെയ്തു. ആ ബന്ധം ഒഴിവാക്കാൻ പറഞ്ഞിട്ട് ഒഴിവാകുന്നില്ല. നാട്ടിൽ അവർ വ്യത്യസ്തങ്ങളായ ജില്ലകളിലാണ്. ആ ജില്ലയൊക്കെ എത്ര ദൂരാണെങ്കിലും അവരാ വിവാഹത്തിൽ മാതാപിതാക്കൾ സമ്മതിക്കാത്തതിൻ്റെ കാരണം ഇവന് ഒരു കേസ് ഉൾപ്പെടെ നാട്ടിൽ ഉണ്ട് എന്നുള്ളതാണ്, ലഹരിയുമായി ബന്ധപ്പെട്ടിട്ട്. അതൊരിക്കലും ഈ മാതാപിതാക്കൾക്ക് ഉൾക്കൊള്ളാൻ സാധിക്കുന്നില്ല. ആ മാതാപിതാക്കൾ വളരെ ദയയോടുകൂടെ, സ്നേഹത്തോടുകൂടെ, വാത്സല്യത്തോടുകൂടെ ഇതേക്കുറിച്ച് മോളോട് നന്നായിട്ട് സംസാരിച്ചു എന്നുള്ളതാണ്. എത്ര സംസാരിച്ചാലും മോളതിൽ നിന്ന് പിന്മാറാൻ തയ്യാറല്ല. ഇത്തരം കാര്യങ്ങളുമായിട്ടൊക്കെ മോൾ ഇടപെടുന്നതും സംസാരിക്കുന്നതൊക്കെ വളരെ ശക്തമായ രൂപത്തിലാണ്. എനിക്ക് അവനെ തന്നെ മതി, ഞാൻ അവനെ തന്നെ, അവനല്ലാത്ത ഒരാളെ എനിക്ക് വേണ്ട, നിങ്ങളാരാണത് പറയാൻ എന്നൊക്കെ പറഞ്ഞ് ഭയങ്കരമായിട്ട് ഷൗട്ട് ചെയ്യുന്നു മോൾ. ഇതവർക്ക് സഹിക്കാൻ പറ്റുന്നില്ല. അവർ കരഞ്ഞിട്ടാണ് സംസാരിക്കുന്നത്. അവർക്ക് സംസാരം മുഴുമിപ്പിക്കാൻ കഴിയുന്നില്ല. ഞാൻ എങ്ങനെ വളർത്തിയതാണെന്നറിയോ, കൈ വളരുന്നുണ്ടോ കാല് വളരുന്നുണ്ടോ എന്ന് നോക്കി വളർത്തിയിട്ട് ഇപ്പോൾ മകൾ വാപ്പയ്ക്കും ഉമ്മയ്ക്കൊക്കെ കൊള്ളരുതാത്തവരായി മാറിയിരിക്കുകയാണ്. ഞങ്ങളൊന്നും വേണ്ട അവർക്ക് എന്ന്. ഈ ഒരു ഘട്ടത്തിലൂടെ കടന്നു പോകുന്ന ഒരുപാട് ഉമ്മമാരും ഉപ്പമാരുണ്ട് എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. കാരണം നമ്മളിവിടെ കൺസൾട്ടേഷന് വേണ്ടി ഇരിക്കുമ്പോൾ പ്രധാനമായിട്ട് നമ്മൾ കേൾക്കുന്ന വിഷയങ്ങളിൽ ഒന്ന് അത് തന്നെയാണ്. ഇത്തരം വിഷയങ്ങളുമായി ബന്ധപ്പെട്ട് മാതാപിതാക്കൾ ഇഷ്ടപ്പെടാത്ത ബന്ധത്തിലേർപ്പെട്ട് അതിൽ നിന്ന് പിന്മാറാൻ വേണ്ടി പറയുമ്പോൾ സാധ്യമല്ല എന്ന് പറഞ്ഞ് ധിക്കാരത്തോടുകൂടെ നിൽക്കുന്ന, ഇസ്ലാമിനോട് പൂർണ്ണമായും പുറംതിരിഞ്ഞ് നിൽക്കുന്ന മക്കളുടെ അനുഭവങ്ങളുമായിട്ട് ബന്ധപ്പെട്ടാണ് പലരും വരുന്നത്. നമ്മളിതേക്കുറിച്ച് ചില കാര്യങ്ങളൊക്കെ മനസ്സിലാക്കേണ്ടതുണ്ട്. ആ കാര്യങ്ങളുമായി ബന്ധപ്പെട്ടാണ് നമ്മൾ മുന്നോട്ട് പോകേണ്ടത്. മക്കൾ നന്നാകാനുള്ള ഒരു അമൽ ഇന്നിവിടെ പറയുന്നുണ്ട്. നിങ്ങൾ ചെയ്തു നോക്കുക, നല്ല റിസൾട്ട് ലഭിക്കും. നേരിട്ട് കാണാനുള്ള ഡേറ്റ് ചൊവ്വാഴ്ചകളിൽ മാത്രമാണ്. ചൊവ്വാഴ്ച നേരിട്ട് വരാൻ ബുക്ക് ചെയ്യാൻ വിളിക്കേണ്ടത് ഞായറാഴ്ച 10 മണിക്കാണ്. വിളിച്ച് ബുക്ക് ചെയ്തതിൻ്റെ ശേഷം മാത്രമേ വരാവൂ എന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. പലരും വിളിക്കാതെയും ബുക്ക് ചെയ്യാതെയൊക്കെ വരുന്നുണ്ട്. അതുകൊണ്ടാണ് നമുക്കിത് ഇടയ്ക്കിടയ്ക്ക് പറയേണ്ടി വരുന്നത്. ഇൻഷാ അല്ലാഹ് നമ്മളിതിൻ്റെ അപ്ഡേഷനും കാര്യങ്ങളൊക്കെ ശനി ഞായർ ദിവസങ്ങളിൽ ഇൻസ്റ്റഗ്രാമിലും വാട്സപ്പിലൊക്കെ അപ്ഡേറ്റ് ചെയ്യാറുണ്ട്. ഇൻസ്റ്റഗ്രാമിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. അതിൽ ക്ലിക്ക് ചെയ്താൽ ശനി ഞായർ ദിവസങ്ങളിൽ നിങ്ങൾക്ക് അതിൻ്റെ അപ്ഡേഷനും കാര്യങ്ങളൊക്കെ കിട്ടും. അതേപോലെ തന്നെ നമ്മുടെ ദർസിലേക്ക് അഡ്മിഷൻ ആരംഭിച്ചിട്ടുണ്ട്. പുതിയ കാലത്ത് നമ്മുടെ മക്കളെ വളർത്തുന്നതിൻ്റെ ആവശ്യകത എന്താണ്, അതിൻ്റെ സാഹചര്യങ്ങൾ എന്താണെന്ന് കൃത്യമായി നമുക്കൊക്കെ അറിയാവുന്നതാണ്. അതുകൊണ്ട് നല്ല രൂപത്തിൽ ചിട്ടയായി മക്കളെ വളർത്തണം. നമുക്കെതിരായ മക്കളാവരുത്. ദീനീബോധമുള്ള, ഭൗതിക വിദ്യാഭ്യാസം നല്ല പോലെ പഠിച്ച നല്ല മക്കളായിട്ട് നിങ്ങൾക്ക് തിരിച്ചു ലഭിക്കണമെന്ന് ആഗ്രഹിക്കുന്നുവെങ്കിൽ തീർച്ചയായും നിങ്ങൾക്ക് നമ്മെ ഏൽപ്പിക്കാവുന്നതാണ്. നമ്മൾ വർഷങ്ങളായിട്ട് വിദ്യാഭ്യാസവും കൊടുത്ത് മക്കളെ നല്ല രൂപത്തിൽ തിരിച്ചു നൽകാൻ പ്രാപ്തിയോടുകൂടെ ഞങ്ങൾ നൽകുന്നുണ്ട്. ഇൻഷാ അല്ലാഹ് അവർക്ക് ആവശ്യമായി, അവർക്ക് ഏത് രൂപത്തിലാണ് ഉയരേണ്ടത് ആ രൂപത്തിലേക്ക് ഉയരാനുള്ള അവസരങ്ങളോടുകൂടെ തികഞ്ഞ അച്ചടക്കത്തിൽ, ആത്മീയ അന്തരീക്ഷത്തിൽ നല്ല മക്കളായിട്ട് തിരിച്ചു തരാൻ സാധിക്കും. താല്പര്യമുള്ള രക്ഷിതാക്കൾക്ക് കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്. നമ്മൾ വിചാരിക്കും അവർ 10ാം ക്ലാസ് കഴിഞ്ഞ് +2 കഴിഞ്ഞിട്ടൊക്കെ ചേർത്താം. അവരൊരു 7, 8, 9 പഠിക്കുമ്പോൾ തന്നെ ചേർത്തിയാലാണ് അവർക്ക് നല്ല ചിട്ടയോ അച്ചടക്കമൊക്കെ ഉണ്ടാവുള്ളൂ. കുറച്ച് കഴിഞ്ഞ് നിങ്ങൾ അതിന് ശേഷം ചേർത്താന്ന് പറയുമ്പോഴേക്ക് അവർ നിങ്ങൾക്ക് കിട്ടിക്കൊള്ളണം എന്നില്ല. നമ്മുടെ മക്കളെയൊക്കെ നല്ല മക്കളായി വളർത്താൻ എന്താണ് ചെയ്യേണ്ടത്? നമ്മളെപ്പോഴും കേൾക്കുന്നൊരു വിഷയം കൂടെയാണിത്. മക്കളുടെ ദുസ്വഭാവം കാരണമായിട്ട് ജീവിതം തകർന്നു പോയ എത്രയോ ആളുകൾ. മക്കൾ തെറി പറയുന്നു, അവർ നിസ്കരിക്കുന്നില്ല, നോമ്പനുഷ്ഠിക്കുന്നില്ല, അവർ ഇസ്ലാമിക വിഷയങ്ങളോട് പൂർണ്ണമായും പുറംതിരിഞ്ഞാണ് നിൽക്കുന്നത് എന്നുള്ളത്. അള്ളാഹുവിൻ്റെ പരിശുദ്ധമായ അസ്മാഉൽ ഹുസ്നയിലെ ഒരു ഇസ്മുണ്ട്, യാ മുഹ്സി എന്ന്, യാ എന്ന നിദാഇൻ്റെ അക്ഷരം ഉപയോഗിച്ച്
യാ മുഹ്സി യാ അല്ലാഹ് എന്ന് ആത്മാർത്ഥമായിട്ട് ചൊല്ലണം. മക്കളെല്ലാം സൽവഴിയിലേക്ക് വരാൻ വേണ്ടിയിട്ട്. ഈ ഇസ്മിൻ്റെ അർത്ഥം എന്ന് പറയുന്നത് ചെറിയൊരു ആശയാർത്ഥമാണ് പറയുന്നത്, വിശാലമായ അർത്ഥത്തിലേക്കല്ല പ്രവേശിക്കുന്നത്. ക്ലിപ്തതയുള്ളവൻ എന്ന് വേണമെങ്കിൽ നമുക്ക് ചെറിയ രൂപത്തിൽ അതിനർത്ഥം പറയാവുന്നതാണ്. ഇത് നമുക്ക് ചെയ്യാൻ പറ്റുന്നൊരു രൂപം പറഞ്ഞുതരാം. പത്തിരി എടുത്ത് ആ പത്തിരിയിൽ 20 പ്രാവശ്യം ഇത് ചൊല്ലിയിട്ട് മക്കൾക്ക് നൽകുകയാണെങ്കിൽ അവർ ഉത്തമരും നന്മയുള്ളവരുമായി തീരും എന്നുള്ളതാണ്. പഴമക്കാർ പറയാറുണ്ട്, മാമ്പൂം കണ്ടും മക്കളെ കണ്ടും സന്തോഷിക്കരുത് എന്നുള്ളത്. അതെന്താണെന്ന് വെച്ചാൽ എപ്പോഴാണത് അതിൻ്റെ സ്വഭാവ വൈകൃതങ്ങൾ കാണിക്കുക, എപ്പോഴാണത് ചേഞ്ച് ആവുക എന്നുള്ളത് പറയാൻ പറ്റില്ല എന്നുള്ളതാണ്. അപ്പോൾ നമ്മുടെ മക്കളെ നല്ല രൂപത്തിൽ വളർത്താൻ, മക്കളെ സന്തോഷമുള്ള രൂപത്തിൽ വളർന്നു കിട്ടാൻ, കൺകുളിർമയാകുന്ന മാതാപിതാക്കൾക്ക് കൺകുളിർമയാകുന്ന രൂപത്തിൽ വളർന്നു കിട്ടാൻ ഈ ഇസ്മ കാരണമാകുന്നതാണ്. അതോടൊപ്പം തന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് നമ്മുടെ മക്കൾക്ക് വേണ്ടിയിട്ട് എപ്പോഴും ദുആ ചെയ്യാൻ വേണ്ടി ആലിമീങ്ങളോടും സാദാത്യങ്ങളോടും പറയണം എന്നുള്ളതാണ്. ഇന്ന് കേരളത്തിൽ ജീവിച്ചിരിക്കുന്ന ലോകം മുഴുക്കെ അറിയപ്പെടുന്ന വലിയ പണ്ഡിതന്മാരെ നിങ്ങൾ നോക്കൂ. അവരൊക്കെ എങ്ങനെയാണ് ആ രൂപത്തിലേക്ക് എത്തിയത്, ദീനീ ചിട്ടയിൽ വളരാനുള്ള സാഹചര്യമുണ്ടായത്? അവർക്കൊക്കെ അല്ലാഹു സുബ്ഹാനഹു വ തആല വലിയ തൗഫീഖ് നൽകാനുള്ള കാരണം എന്താണ് ഉണ്ടായത്? അവരൊക്കെ അവരുടെ മാതാപിതാക്കൾ പഴയകാല ഉസ്താദുമാരുടെ അടുക്കൽ ചെന്ന് എൻ്റെ മോൻക്ക് വേണ്ടി ദുആ ചെയ്യണം, എൻ്റെ മോൾക്ക് വേണ്ടി ദുആ ചെയ്യണം എന്ന് പറഞ്ഞ് ദുആ ചെയ്യിപ്പിച്ചു. ബറക്കത്തിൻ്റെ എല്ലാ കാര്യങ്ങളും ചെയ്തു എന്നുള്ളതാണ്. നല്ല അച്ചടക്കം പഠിപ്പിച്ചു എന്നുള്ളതാണ്. ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നുണ്ട്, ഒരു പിതാവ് മകന് നൽകുന്ന, സന്താനങ്ങൾക്ക് നൽകുന്ന ഏറ്റവും ശ്രേഷ്ഠമായ കാര്യം എന്താണെന്നറിയോ? അത് അദബാണെന്നുള്ളതാണ്. അനഹല വാലിദുൻ വലദഹു അഫ്ളല മിൻ അദബിൻ ഹസൻ. നല്ല അദബ് പഠിപ്പിക്കുന്നതിനേക്കാളും ഉത്തമമായ മറ്റൊരു കാര്യമില്ല എന്നുള്ളതാണ്. നിങ്ങൾ ആ മക്കളെ എത്രത്തോളം അദബ് പഠിപ്പിക്കുന്നോ അത്രമേൽ ആ മക്കൾ നിങ്ങളോട് നന്ദിയുള്ളവരായിരിക്കും ഭാവിയിൽ. നിങ്ങൾ അവരെ ദീൻ പഠിപ്പിച്ചില്ല, അദബ് പഠിപ്പിച്ചില്ല, മതം പഠിപ്പിച്ചില്ല, എത്രത്തോളം അതിൻ്റെ പോരായ്മ അവർക്കുണ്ടോ നാളെ അതിൻ്റെ തോതനുസരിച്ചായിട്ടും ആയിരിക്കും നിങ്ങൾക്കവർ തിരിച്ചു നൽകുന്ന സ്വഭാവം, അതിൻ്റെ പ്രകൃതം, അവരുടെ രൂപവൈകൃതങ്ങളൊക്കെ അതിനടിസ്ഥാനപ്പെടുത്തിയിട്ടാണ് കാണാൻ സാധിക്കുക. മാതാപിതാക്കളെ കഴുത്തറുത്ത് കൊല്ലുന്ന മക്കളുള്ള കാലാണ്. മാതാപിതാക്കളെ അനുസരിക്കാത്ത, മാതാപിതാക്കളെ തെറി പറയുന്ന, നൊന്തു പ്രസവിച്ച ഉമ്മായുടെ വയറിലേക്ക് ചവിട്ടുന്ന മക്കളുള്ള കാലാണ്. നല്ലോണം ശ്രദ്ധിക്കണം, നല്ലോണം സൂക്ഷിക്കണം. അപ്പോൾ നല്ല മക്കളായി വളരാൻ ചില ആയത്തുകളൊക്കെയുണ്ട്. നിത്യമായിട്ട് നമ്മുടെ ദുആയിൽ ഉൾപ്പെടുത്തേണ്ട ഒരു ദുആയാണ് റബ്ബന ഹബ് ലനാ മിൻ അസ്വാജിന വദുർരിയാതിന ഖുർറത അഅ്യുനിൻ വജഅൽനാ ലിൽമുത്തഖീന ഇമാമ എന്ന് പറയുന്ന ആയത്ത്. നമുക്കൊക്കെ അറിയാം, സൂറത്തു ആലി ഇമ്രാനിലെ ആയത്താണ്. ഈ ആയത്ത് ഒരു ദുആ കൂടെയാണ്. നമ്മുടെ മക്കൾ കൺകുളിർമയാകണം എന്നുള്ള ദുആ കൂടെയാണത്. ഇത് ദുആ ചെയ്യാത്തവരായിട്ട് ആരും ഉണ്ടാവില്ല. നിങ്ങളൊക്കെ ഇത് ദുആ ചെയ്യണം. നമ്മുടെ മക്കൾ സൽവഴിയിലാകാൻ ഈ ദുആ വലിയ കാരണമാണ്. അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഒരു കുഞ്ഞ് ജനിച്ചത് മുതൽ ആ കുഞ്ഞിൻ്റെ ചെവിയിൽ വാങ്കും ഇക്കാമത്തും കൊടുക്കുന്നത് മുതലുള്ള എല്ലാ കർമ്മങ്ങളും വളരെ ചിട്ടയായി അച്ചടക്കത്തോടുകൂടെ അദബോടുകൂടെ മഹാന്മാർ നമ്മെ പഠിപ്പിച്ച എല്ലാ കാര്യങ്ങളും ചെയ്ത് നല്ല രൂപത്തിൽ വളർത്തി ഓരോ ഘട്ടങ്ങളിലും അദബ് പഠിപ്പിച്ച് വളർത്തി കൊണ്ടുവരുന്ന ഒരു മകനും മകളും ഭാവിയിൽ നമുക്കെതിരാകുകയില്ല. മക്കൾ ചെറിയ രൂപത്തിലെ വഴി പിഴക്കുന്നത് കാണുമ്പോൾ അതിനെ സ്റ്റോപ്പ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കൂല. അത് കുട്ടിയല്ലേ എന്ന് കരുതി തള്ളിവിടും. അങ്ങനെയാവുമ്പോഴാണ് പലപ്പോഴും മക്കൾ വഴി പിഴക്കുന്നത്. നല്ലോണം ശ്രദ്ധിക്കണം. അത് സൂറത്ത് യൂസുഫിലെ 2-ാമത്തെ സൂക്തമായ ഇന്ന അൻസൽനാഹു ഖുർആനൻ അറബിയ്യൻ ലഅല്ലക്കും തഅഖിലൂൻ പ്രസവിച്ച കുട്ടിയുടെ സമീപം വെച്ച് ഓതിയാൽ ജീവിതത്തിൽ ഒരിക്കലും ആ കുഞ്ഞ് വ്യഭിചാരത്തെ സ്പർശിക്കുകയില്ലെന്ന് മഹാനരായ സയ്യിദുൽ ബക്കർ റഹ്മത്തുള്ളാഹി അലൈഹി ഇആനത്തു ത്വാലിബീനിൽ രേഖപ്പെടുത്തി വച്ചിട്ടുണ്ട്. അങ്ങനെ മഹാന്മാർ പറഞ്ഞ അമലുകളൊക്കെ ചെയ്ത് നമ്മുടെ മക്കൾ നല്ല രൂപത്തിൽ വളരാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങളിലേക്കൊക്കെ പ്രവേശിച്ചാൽ തീർച്ചയായും അവർ വഴികേടിലാവൂല, അവർ സൽവഴിയിൽ തന്നെയായിരിക്കും. അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ.
ചെറിയ ചെറിയ പോയിൻ്റ് കാണുമ്പോൾ നിസ്സാരമാക്കി കാണരുത്. അവരെ വസ്ത്രവേഷവിധാനത്തിൽ അവർ ഷോർട്ട്സ് ഇടുന്നുണ്ടെന്ന് സങ്കല്പിക്കുക. ഒരു 7ാം ക്ലാസ് കഴിഞ്ഞ് 8ാം ക്ലാസ് കഴിഞ്ഞ് 9ാം ക്ലാസ് കഴിഞ്ഞിട്ടും ഔറത്ത് വെളിവാകുന്ന രൂപത്തിൽ വേഷവിധാനങ്ങൾ നമ്മുടെ മക്കളിൽ കാണുന്നുണ്ടെങ്കിൽ ആ സ്പോട്ടിൽ പറഞ്ഞാൽ അവർ തിരുത്തും. അല്ലെങ്കിൽ ആ സ്പോട്ടിൽ അല്ലെങ്കിൽ ഒരു 7ാം ക്ലാസ്സിൽ നിന്ന് 8ാം ക്ലാസ്സിൽ നിന്ന് പെട്ടെന്ന് നിങ്ങൾ പറയുമ്പോൾ അവർക്ക് ഉൾക്കൊള്ളാൻ പറ്റും. ഞാൻ ഇത്രയും കാലം അങ്ങനെ നടന്നിരുന്നല്ലോ, എന്തുകൊണ്ടാണ് ഉമ്മ ഇപ്പോൾ മാത്രം പറയുന്നത്? ചിന്തിക്കും അവർ പുതിയ കാലത്തെ പിള്ളേരെ. അപ്പോൾ ചെറിയ സമയത്തിൽ തന്നെ തുടക്കത്തിലേ നിങ്ങൾ എന്ത് ചെയ്യണം, അത് ചിട്ടയിൽ കൊണ്ടുവരണം. നമുക്കത് അനുഭവമാണ്. ഞാൻ എൻ്റെ ഒരു അനുഭവം പറഞ്ഞുതരാം. നമ്മളിപ്പോൾ ദർസിലേക്ക് അഡ്മിഷൻ എടുക്കുമ്പോൾ പലപ്പോഴും ഈ വിനീതൻ ആദ്യമായിട്ട് ജോലി ചെയ്തിരുന്നത് കണ്ണൂർ ജില്ലയിലായിരുന്നു. കണ്ണൂർ ജില്ലയിലെ 2 സ്ഥലങ്ങളിലുണ്ടായിരുന്നു, തലശ്ശേരിയിലും പിണറായിയിലൊക്കെ ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് പിന്നീട് നമ്മൾ മലപ്പുറം ജില്ലയിലെ മറ്റൊരു സ്ഥലത്തേക്ക് വന്നു. അത് കഴിഞ്ഞ് എറണാകുളത്തുണ്ടായിരുന്നു, വയനാടുണ്ടായിരുന്നു, മലപ്പുറം ജില്ലയിൽ വേറെ സ്ഥലത്തുണ്ടായിരുന്നു. ഇങ്ങനെ ഒട്ടുമിക്ക സ്ഥലങ്ങളിൽ നമ്മൾ ദർസ് നടത്തിയപ്പോൾ ആ നാട്ടിലുള്ള രക്ഷിതാക്കളും മറ്റുമൊക്കെ നമ്മുടെ മുത്തഅല്ലിമീങ്ങളുടെ അച്ചടക്കവും ചിട്ടയൊക്കെ കണ്ടിട്ട് പറയും, ഉസ്താദ് എൻ്റെ മോനെ ദർസിലേക്ക് എടുക്കുമോ, എൻ്റെ മോനെ ദർസിലേക്ക് എടുക്കുമോ, ഉസ്താദിൻ്റെ മക്കളെ കാണുമ്പോൾ ഞങ്ങൾക്കും അങ്ങനെ പഠിപ്പിക്കണം എന്ന് ആഗ്രഹമുണ്ടെന്നൊക്കെ പറയും. നമ്മൾ ചിലപ്പോഴൊക്കെ ചില കുട്ടികളെടുക്കുമ്പോൾ +2 ഒക്കെ കഴിഞ്ഞ് ഡിഗ്രി ഒക്കെ കഴിഞ്ഞ് വലിയ കുട്ടികളൊക്കെ എടുക്കുമ്പോൾ ഞാനാണല്ലോ അതൊക്കെ ഇങ്ങനെ നമ്മളതൊക്കെ നിയന്ത്രിച്ച് വരുമ്പോൾ നമുക്ക് അനുഭവിച്ച ചില കാര്യങ്ങൾ പറയാം. വലിയ കുട്ടികളെ നമുക്ക് നിയന്ത്രിക്കാൻ കുറച്ച് പ്രയാസമാണ്. അവരെ ആ പിടിച്ച വഴിയിൽ നമുക്ക് എത്താൻ കഴിയില്ല. ഒരു 21, 22, 20 വയസ്സുള്ള കുട്ടികളൊന്നും നമുക്ക് പെട്ടെന്ന് ഇതാക്കാൻ കഴിയില്ല. നേരെ മറിച്ച് 8ാം ക്ലാസ്സിലേക്ക് അഡ്മിഷന് വന്നൊരു കുട്ടി, 9ാം ക്ലാസ്സിലേക്ക് വന്ന കുട്ടി, 10ാം ക്ലാസ്സിലേക്ക് വന്ന കുട്ടി, ആ കുട്ടി പഠിച്ചൊരു 20, 21 വയസ്സ് വരെ എത്തിയെന്ന് സങ്കല്പിക്കാം. എന്നാൽ അവനെ നമുക്ക് 2 സെയിം ഏജാണ്. ഒരാളെ നമുക്ക് നല്ലോണം നിയന്ത്രണത്തിൽ കൊണ്ടുവരാൻ സാധിക്കുന്നു, പറഞ്ഞതനുസരിക്കുന്നു, നല്ല അച്ചടക്കത്തിൽ അവർ വളരുന്നു. ആദ്യം കൊണ്ടുവന്ന കുട്ടിയെക്കുറിച്ച് ഒന്നും നമുക്ക് അവരെ പ്രാക്ടീസ് ചെയ്യാൻ പറ്റുന്നില്ല. അതിൻ്റെ കാരണം എന്താ വെച്ചാൽ അത് കുറഞ്ഞ കാലം കൊണ്ട് പെട്ടെന്ന് അവരിൽ പറയുന്നത് കൊണ്ട് അവർക്ക് അത് ഉൾക്കൊള്ളാൻ കഴിയില്ല. ചെറുപ്പത്തിലേ നമ്മൾ അവരിലേക്ക് ഇങ്ങനെ അച്ചടക്കം കൊടുത്ത് പടിയായി ഇങ്ങനെ കൊണ്ടുവന്നാൽ അവരെ നല്ല ചിട്ടയിൽ കൊണ്ടുവരാൻ സാധിക്കും. ഇതെൻ്റെ അനുഭവമാണ്. ആ രൂപത്തിൽ മക്കളെ വളർത്തുക. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. നിങ്ങളത് ദുആ ചെയ്യണം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.